സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം മനുഷ്യനെ അങ്ങ് നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത്. ഇന്ന് സയൻസിൻ്റെ കാര്യത്തിലും മനുഷ്യന് പേടിയാണല്ലോ. പണ്ട് നമ്മൾ പറഞ്ഞു രാഷ്ട്രീയം വളർന്നു കഴിഞ്ഞാൽ എല്ലാം നേരെയാകുമെന്ന്. ടെക്നോളജിയിൽ മനുഷ്യന് പ്രത്യാശയില്ല. AI വന്നപ്പം എന്തുവാ പേടിയായിപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോഴും മനുഷ്യന് പേടിയാണ്. ഇനിയിപ്പോൾ കർത്താവ് വരിക അല്ലാതെ ഒരു മാർഗവുമില്ല. ആകെ പ്രത്യാശയുള്ളത് കർത്താവിൻ്റെ വരവില്ല. എനിക്കത്രയേ ഉള്ളൂ, എനിക്ക് വേറെ പ്രത്യാശയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അവൻ്റെ വരവ് സമീപസ്ഥമാണെന്ന് തന്നെയല്ല, അവൻ്റെ വരവിലല്ലാതെ എനിക്കൊരു പ്രത്യാശയില്ല. എന്തോ പ്രത്യാശയാണ് നമുക്കുള്ളത്? യാതൊരു പ്രത്യാശയില്ല. ഇനി ഈ ലോകം രാഷ്ട്രീയം നന്നാക്കുമെന്നുള്ള പ്രത്യാശയൊക്കെ പോയി. രാഷ്ട്രീയത്തിൽ പ്രത്യാശയില്ല, സയൻസിൽ പ്രത്യാശയില്ല, ടെക്നോളജിയിൽ പ്രത്യാശയില്ല, ഒരു കാര്യത്തിലും പ്രത്യാശയില്ല. ഇത് നന്നാകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ആകെപ്പാടെ പ്രത്യാശയുള്ളത് ഇത് നന്നാക്കാൻ ഒരുത്തൻ വരണം, അതെൻ്റെ കർത്താവാണ്. ആ കർത്താവിൻ്റെ വരവിൽ മാത്രമേ എനിക്കിനി പ്രത്യാശയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്നത് മാത്രമല്ല, ഒരുങ്ങുകയും വേണം. പക്ഷേ ആ ഒരു പ്രത്യാശ ഉണ്ടെങ്കിലേ ഒരുക്കം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലയളവിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരുന്നു എല്ലാവരും, എല്ലാ വിശ്വാസികളും. രണ്ടുപേര് തമ്മിൽ കണ്ടാൽ ഉടനെ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവ് വരും, എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ വരവിൽ മാത്രം പ്രത്യാശ വെച്ചിരുന്നവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. പക്ഷേ ഇന്ന് വിശ്വാസികൾ തന്നെ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ വയ്ക്കുന്നവർ എത്ര പേരുണ്ട്? ചിലർക്കാണ് ഇന്ന് കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധം പോലും ഇല്ല. പ്രത്യാശ പോയിട്ട് വരണമെന്ന് പോലും പ്രത്യാശയില്ല. വരുന്നെങ്കിൽ വന്നോട്ടെ. വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവിശ്വാസികളുടെ കാര്യമല്ല. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും പറയുന്നത് കർത്താവ് വരുമായിരിക്കുമെന്നേ ഒത്തിരി കാലമായിട്ട് പറയുന്നുണ്ട്, വരുന്നെന്നൊക്കെ. നമ്മളിതുവരെ വന്നില്ല, വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുന്നവരായ ആളുകൾ. വരുന്നെങ്കിൽ വന്നോട്ടെന്നങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി അവർ ഒരുങ്ങിയിട്ടൊന്നുമല്ല ഈ പറയുന്നത്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത അവസ്ഥ, പണ്ടത്തെ പാട്ടുകളെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും ഈ ലോകത്തോട് വേർപെട്ട്, അതൊരു സബ്ജക്റ്റാണ്. ലോകത്തോടുള്ള വേർപാട് നമുക്ക്, ലോകം മനസ്സിൽ നിന്ന് പോകുമ്പോഴാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടാകുന്നത്. ഇന്നെന്താ പ്രത്യാശ? കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയില്ലാത്തത്. നമുക്കിവിടെ തന്നെ എല്ലാം ഉണ്ടെന്നുള്ളൊരു ചിന്ത. കർത്താവ് വന്നില്ലെങ്കിലും എനിക്കിവിടെ ജീവിക്കാനുള്ളതുണ്ട്, കർത്താവ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുറേ കൂടെ സൗകര്യമായിട്ട് സുഖമായിട്ടൊക്കെ കഴിയാം. ഈ ലോകത്തിൽ പ്രത്യാശ വർദ്ധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശ ഇല്ലാതെയാകുന്നത്. പണ്ട് കൊച്ചുകുഞ്ഞുദേശമൊക്കെ പാടിയ പാട്ടുണ്ട്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചെന്നാൽ മതി. കാര്യം അവരുടെ ഹൃദയം മുഴുവൻ താതൻ്റെ സന്നിധിയായിരുന്നു, കർത്താവിൻ്റെ വരവായിരുന്നു, ഉയരത്തിലുള്ളതായിരുന്നു. വേറെ പ്രത്യാശയോ പ്രതീക്ഷയോ ഒന്നുമില്ലായിരുന്നു. ഇല്ലായെന്ന് പറഞ്ഞാൽ അവർക്കത് വേണ്ട. മരണത്തെയൊക്കെ അവർ കണ്ടത് വളരെ, ഞാൻ കൊച്ചുകുഞ്ഞുശിയുടെ മരണത്തെക്കുറിച്ച് പെണ്ണമ്മ സന്യാസിനിയുമായിട്ട് സംസാരിക്കും. ഒരിക്കൽ എനിക്കങ്ങനെ അവരെ കാണാൻ ഒരു സന്ദർഭം ഉണ്ടായി ബാംഗ്ലൂരിൽ വെച്ച്. പെണ്ണമ്മ സന്യാസിനി കൊച്ചുകുഞ്ഞുദേശിയുടെ ശിഷ്യയായിരുന്നു. കൊച്ചുകുഞ്ഞുദേശി എൻ്റെ ഗ്രാൻഡ് അങ്കിളാണ്, പലർക്കും അതറിയാം. അപ്പം എന്നോട് പെണ്ണമ്മ സന്യാസിനി പറഞ്ഞു, മോനെ ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്, കൊച്ചുകുഞ്ഞുദേശിയുടെ ഭാര്യ വീട്. അപ്പോൾ കൊച്ചുകുഞ്ഞുദേശി മരിച്ച കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞൊരു ചരിത്രം പറഞ്ഞതാണ്. അതായത് കോഴഞ്ചേരിയിൽ ഒരു മീറ്റിങ്ങിന് പെണ്ണമ്മ സന്യാസിനി പ്രസംഗിക്കുകയാണ്. രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് കോഴഞ്ചേരിയിൽ നിന്ന് നടന്ന് ഇളയാറൻ മുളയ്ക്ക് പോയി. കൊച്ചുകുഞ്ഞുദേശി സുഖമില്ലാതെ മരിക്കാറായി കിടക്കുകയാണെന്ന് അറിഞ്ഞു. വലിയ പ്രായമൊന്നുമായിട്ട് മരിച്ചതല്ല, വയ്യാതായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം പെണ്ണമ്മ സന്യാസിനി വന്ന് നോക്കിയപ്പം ഇങ്ങനെ ശ്വാസം വലിക്കുക. പെണ്ണമ്മ സന്യാസിനി ചില വെള്ളം തൊട്ട് ഈ ചിറിയിൽ വെച്ച് കൊടുത്തു. എന്നാൽ കൊച്ചുകുഞ്ഞുദേശി കണ്ണു തുറന്നു. പെണ്ണമ്മ സന്യാസിനിയെ കണ്ടു. എന്നെ ചോദിച്ചു, പെണ്ണമ്മേ ഇപ്പോൾ സമയം എത്രയായി? അപ്പോൾ പറഞ്ഞു 10 മണി കഴിഞ്ഞത് ഉപദേശി. 10 മണി കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കത്തില്ലെന്നുള്ളത് പെണ്ണമ്മയ്ക്ക് അറിയത്തില്ലേ? അന്നേരവും മനുഷ്യൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ലൈഫാണ്. എന്നോട് പറഞ്ഞു, സാരമില്ല, നിങ്ങളെല്ലാവരും അടുത്തു വന്ന് കർത്തൃകാഹളം യുഗാന്ത്യ നാളിൽ കേൾക്കുമ്പോൾ എന്നുള്ള പാട്ട് പാടും. അപ്പോൾ അവരെല്ലാവരും കൂടെ അടുത്ത് വന്നിരുന്ന ആ പാട്ട് പാടി. കൊച്ചുകുഞ്ഞുദേശിയും അതിനോട് ചേർന്ന് പാടി.
എന്നിട്ട് അദ്ദേഹം കരങ്ങളെ ആകാശത്തിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇതോ മരണം, ഇതോ മരണം, അല്ല, ഇത് നിത്യവിശ്രമം എന്ന് പറഞ്ഞു കണ്ണടച്ചു. ഇത് അദ്ദേഹത്തിന് മരണത്തെ പേടിയൊന്നുമില്ലായിരുന്നു, മരിക്കാൻ പേടിയില്ല, പ്രായമൊന്നും ആയില്ല, 50 വയസ്സ് താഴെയുള്ളൂ. പക്ഷേ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം, നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഞാനിത് വന്നപ്പോൾ പെട്ടെന്ന് ആ പ്രത്യാശയുടെ കാര്യം ഓർക്കുകയായിരുന്നു. ഉയരത്തിലേക്കുള്ള, അതുകൊണ്ട് അദ്ദേഹം പാടിയത് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചേർന്നാൽ മതി എന്ന് പാടിയത്. ഇന്ന് നമ്മൾ പാടുന്നത്, ഈ പാട്ടും വേണമെങ്കിൽ പാടും, പക്ഷെ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട്, നമ്മൾ അറിയാതെ കൂട്ടുന്നുണ്ട്. ലോകം വേണം, എനിക്കെല്ലാം വേണം, പിന്നെ പറ്റുകയാണെ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ലോകം വേണം, എനിക്കെല്ലാം വേണം, പിന്നെ പറ്റിയ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ഇതല്ലേ ഇന്നത്തെ നമ്മളെ പൊതുവേ ഉള്ള ആറ്റിറ്റ്യൂഡ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധിയെ ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോഴാണ് എൻ്റെ കർത്താവ് ഇങ്ങ് വന്നാൽ മതി, വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിത്യതയിലല്ലേ, എൻ്റെ കർത്താവിൻ്റെ കൂടെയല്ലേ. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുമ്പോൾ ഭൗമിക മോഹങ്ങളിൽ നിന്ന് നമുക്ക് വലിയ വിടുതലുണ്ടാകും. പിന്നെ എനിക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും ഒരു വിഷയമായിരിക്കത്തില്ല. ഞാൻ തിന്നത്തും കുടിക്കത്തും ഇല്ലെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഭക്ഷണം കഴിക്കും, എനിക്ക് താമസിക്കാൻ കർത്താവ് തന്ന ഭവനത്തിൽ ഞാൻ താമസിക്കും, അതിനൊന്നും കുറ്റം പറയുകയല്ല ഞാൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ മനസ്സിൽ ഇതൊന്നും കയറിയിട്ടില്ല. എൻ്റെ മനസ്സ് മുഴുവൻ നിത്യതയാണ്. നിത്യതയുടെ ദർശനത്തിൽ കഴിയുന്ന ഒരു വ്യക്തി, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, ലോകത്തിൻ്റെ മോഹങ്ങൾ എന്നെ സ്പർശിക്കുകയില്ല. ഈ ഭൗമിക മോഹങ്ങൾ ശരിക്കും ഒരു വഞ്ചനയാണ് പ്രിയമുള്ളവരെ, നമ്മളെ വഞ്ചിക്കുന്നതാണ്. ഇന്ന് പറ്റിയിരിക്കുന്ന എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആളുകൾക്ക് പ്രത്യാശയില്ലാത്തത്? കാരണം അവർ ഭൗമിക മോഹത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. തീമോത്തിയോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1 തീമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ അത് മൊത്തം കാണുന്നത് മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 1 തീമോത്തിയോസ് 6-ാം അധ്യായത്തിൽ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ചും, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ എന്ന് വിചാരിക്കുക. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടപെടുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനനായി തീരുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. ഈ വേദഭാഗമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കണം. നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാനും കുടിക്കാനും ഒക്കെ കർത്താവ് തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ പോരെ. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ. നമുക്ക് ഉണ്ണാനും ഉടുപ്പാനും മാത്രമല്ല, കിടക്കാനും നടക്കാനും എല്ലാത്തിനും ഉള്ളത് കർത്താവ് തന്നിട്ടുണ്ടല്ലോ. മോഹങ്ങൾക്ക് അധീനരാകരുത്. നമുക്ക് ദൈവം തന്നത് ഉപയോഗിക്കുന്നതിനകത്ത് ഞാൻ തെറ്റു പറയുകയല്ല, സ്തോത്രത്തോടുകൂടെ നമ്മളത് ഉപയോഗിക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മോഹങ്ങൾക്ക് അധീനരാകരുത്. ഇതുപോരാ, അത് പോകണം, അങ്ങനെ വേണം, മോഹങ്ങൾക്ക് അധീനരാകുക. എന്തുകൊണ്ടാണ് മോഹങ്ങൾക്ക് അധീനരാകുന്നത്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രത്യാശയൊന്നുമില്ല. അതിനുശേഷം സ്വർഗത്തിൽ നമുക്കെന്ത് ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തയൊന്നുമില്ല. സ്വർഗം സ്വപ്നം കണ്ടൊന്നുമല്ല, നിത്യതയുടെ ദർശനത്തിലല്ല പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രശ്നം. ഈ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. നമ്മളെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭൗമിക മോഹങ്ങൾ. ഭൗമിക മോഹങ്ങൾ
ഈ ഭൗമിക മോഹങ്ങളാണ് ഇന്ന് പലരും പ്രസംഗിക്കുന്നത് പോലും. ഭൗമികമായ കാര്യങ്ങൾ മാത്രം. നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. നിത്യതയെക്കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ പാടുന്നില്ല. പണ്ട് ദൈവദാസന്മാർ പാടിയ പാട്ടുകളൊന്നും നമ്മൾ ഇന്ന് കാണുന്നില്ല. അതാണ് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ പാട്ടുകൾ മാറിപ്പോയി. നമ്മുടെ മോഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് വരണമെന്ന് വലിയ നിർബന്ധമില്ലാത്തതുപോലെ. അതെന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ സുഖിച്ചങ്ങ് ജീവിച്ചാൽ മതി, പിന്നെ പറ്റുകയാണെ സ്വർഗത്തിലും പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുണ്ടാകരുത്. അതാണ് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് ഒന്നാമതൊന്ന് വന്നു. അതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമുണ്ട്. ഈ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ്, രണ്ടാമത്തെ വരവ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ആലോചിക്കാം.